ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4-നാണ് പ്രഖ്യാപനം. കേരള നിയമസഭയുടെ കാലാവധി മെയ് 23-നാണ് അവസാനിക്കുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇവിഎം പ്രദർശന വാഹനങ്ങൾ പ്രചാരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ വാഹനങ്ങൾ പര്യടനം തുടരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബെൽജിയം സന്ദർശനം ആരംഭിച്ചു. യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധിയും വൈസ് പ്രസിഡന്റുമായ കാജ കല്ലാസിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വിദേശകാര്യ കൌൺസിൽ യോഗത്തിൽ 27 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി ഡോക്ടർ ജയശങ്കർ സംവദിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പൊതുവായ നിലപാടിലെത്താൻ ബ്രിക്സ് അംഗരാജ്യങ്ങളുമായി ഇന്ത്യ സജീവമായി ഇടപഴകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ബ്രിക്സിന്റെ നിലവിലെ അധ്യക്ഷൻ എന്ന നിലയിൽ ഷെർപ്പ ചാനൽ വഴി അംഗരാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ നടത്താൻ ഇന്ത്യ സൌകര്യമൊരുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമേരിക്ക ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 14 സർവീസുകൾ റദ്ദാക്കി. എന്നാൽ ഷാർജയിൽ നിന്ന് ഡൽഹി, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, മുംബൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ സർവീസ് നടത്തും. റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള 2 വിമാനങ്ങളും സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ മുതൽ നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ സിബിഎസ്ഇ റദ്ദാക്കി. മാർച്ച് 9 വരെയുള്ള പരീക്ഷകൾ നേരത്തെ മാറ്റിവച്ചിരുന്നു. ഈ പരീക്ഷകളും റദ്ദാക്കിയിട്ടുണ്ട്. പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്ന രീതി പിന്നീട് പ്രത്യേകം അറിയിക്കുമെന്നും സിബിഎസ്ഇ കൂട്ടിച്ചേർത്തു. വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് ഫാസ്ടാഗ് പാസിനുള്ള വാർഷിക ഫീസ് വർദ്ധിപ്പിച്ചു. നിലവിലെ വാർഷിക ഫീസായ 3,000 രൂപയിൽ നിന്ന് 3,075 രൂപയായാണ് വർദ്ധിപ്പിച്ചതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പരിഷ്കരിച്ച തുക അടുത്ത മാസം 1-ാം തീയതി മുതൽ ബാധകമാകും. PNG കണക്ഷനും LPG കണക്ഷനും ഒരുമിച്ച് കൈവശമുള്ളവർ അവരുടെ LPG കണക്ഷൻ ഉടൻ ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നിർദ്ദേശിച്ചു. PNG കണക്ഷനുള്ള വ്യക്തികൾക്ക് ഗാർഹിക LPG കണക്ഷൻ നിലനിർത്താനോ സർക്കാർ എണ്ണ കമ്പനികളിൽ നിന്നും അംഗീകൃത വിതരണക്കാരിൽ നിന്നും LPG സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ അനുവാദമുണ്ടാകില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലെ LPG കരിഞ്ചന്ത പരാതിയിൽ പരിശോധന കർശനമാക്കി പോലീസ്. കൊണ്ടോട്ടി കൊട്ടുകരയിലെ SA ഓട്ടോ LPG പമ്പിലാണ് കരിഞ്ചന്ത വ്യാപാരം നടന്നത്. വാഹനങ്ങൾക്ക് മാത്രം ഗ്യാസ് നൽകാൻ അനുമതിയുള്ള പമ്പിൽ നിന്നാണ് 2,000 രൂപ നിരക്കിൽ സിലിണ്ടറുകളിൽ നിറച്ചു നൽകിയത്. 10,115 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. 13 ഉന്നതി കുടുംബങ്ങൾക്ക് വയനാട് ടൌൺഷിപ്പ് മാതൃകയിൽ വീട് നിർമ്മിച്ചു നൽകുന്നതിനും മന്ത്രിസഭായോഗം അനുമതി നൽകി. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുള്ള വിളനാശത്തിന് 76.68 കോടി രൂപ കുടിശ്ശിക അനുവദിക്കും. 2024 ഡിസംബർ 31 വരെയുള്ള ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ 50% ഇളവ് ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ്. ഉപ്പുവെള്ളം കയറിയുണ്ടാകുന്ന നെൽകൃഷി നാശത്തിനും പുതിയ പദ്ധതിയിലൂടെ നഷ്ടപരിഹാരം ലഭിക്കും. പുതുതായി 13 വിളകളെയും ഇതാദ്യമായി തേനീച്ച കൃഷിയെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. സുപ്രീംകോടതി വിധിക്കനുസരിച്ച് അധ്യാപകരുടെ സ്ഥാനക്കയറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് തുടക്കമായി. രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. മീനം 1 ഇന്ന് സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നട അടയ്ക്കുന്ന 19 വരെ എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ നടക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി താരം സഞ്ജു സാംസണെ കേരള സർക്കാർ ആദരിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് 4-നാണ് ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.